കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണത്തെ കലോത്സവത്തിൽ ഒരു വനവാസി ഗോത്ര കലാരൂപവും അവതരിപ്പിക്കുകയാണ്. കാസർഗോഡുള്ള ഗോത്ര കലാരൂപമായ മംഗളം കളിയാണ് കലോത്സവ വേദിയിൽ ഇന്ന് രാവിലെ അവതരിപ്പിക്കുന്നത്. കാസർഗോഡ് നിന്നുള്ള കലാകാരികളായ കുട്ടികൾ ജനം ടിവിക്ക് വേണ്ടി മംഗളം കളി അവതരിപ്പിച്ച കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. കലോത്സവ വേദിയിൽ നിന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഗോത്ര കലാരൂപവും കലോത്സവത്തിന്റെ ഭാഗമായി അരങ്ങിലെത്തുകയാണ്. പ്രദർശനമായിട്ടാണ് ഇത്തവണ കാസർഗോഡ് നിന്നുള്ള മംഗലം കളി അവതരിപ്പിക്കുക. കാസർഗോട്ടെ ഗോത്ര വിഭാഗത്തിന്റെ കല്യാണ വിവാഹ ആഘോഷങ്ങളുമൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നൃത്ത രൂപമാണിത്. പ്രദർശനമായി ഇത്തവണ അവതരിപ്പിക്കുന്ന ഗോത്ര കലാരൂപങ്ങൾ അടുത്ത വർഷം മുതൽ അത് മത്സര ഇനത്തിലും ഉൾപ്പെടുത്തുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. കാസർഗോഡ് നിന്നുള്ള മംഗളം കളി അവതരിപ്പിക്കുന്ന നൃത്ത കലാരൂപം അവതരിപ്പിക്കുന്ന കുട്ടികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവരെ ഈ കലാരൂപത്തിന് പഠിപ്പിച്ച് സജ്ജമാക്കിയ അധ്യാപിക ചേരുന്നുണ്ട്. എന്താണ് ഈ കലാരൂപത്തിന്റെ പ്രത്യേകത? ഇത്തവണത്തെ കലോത്സവത്തിന് ആദ്യമായിട്ടാണ് ഒരു ഗോത്ര കലാരൂപം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? കാസർഗോഡ് ജില്ലയിൽ നിന്ന് മലവേട്ടുവ മാവില സമുദായത്തിൻ്റെ ഒരു കലാരൂപമാണ് മംഗലംകളി. മംഗലംകളി പണ്ട് മുതൽക്കേ ഒരു കലാരൂപമാണ്, പക്ഷേ ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഇപ്പോൾ മുതിർന്നവരും കളിച്ചുകൊണ്ട് എല്ലാ സ്റ്റേജ് പരിപാടിയായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളെ ഇത് പഠിപ്പിച്ചിട്ട് കലോത്സവ വേദിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. കാസർഗോഡ് നിന്നുള്ള ഈ കുട്ടികൾ ഇവിടെ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയും ഒപ്പം തന്നെ ആ കലാരൂപം അവതരിപ്പിക്കാനൊക്കെ തയ്യാറായി നിൽക്കുകയാണ്. അവർ നമുക്ക് വേണ്ടി ജനൻ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ കലാരൂപം ഇപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് അവതരിപ്പിക്കും. ഓരോ പ്രചാരം നേടിക്കൊടുക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കലോത്സവത്തിലൂടെയൊക്കെ സഹായമാകുന്നു എന്നുള്ളതും ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാസർഗോഡ് നിന്നുള്ള ഈ നൃത്ത അവതരിപ്പിച്ച ഈ കുട്ടികളോട് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം കലോത്സവ വേദിയിൽ നിന്നും മിഥുൻ മുരളി.